ഈ ഓണത്തിന് ഒട്ടും സമയം കളയാതെ സ്മാർട്ടായിട്ട് കുക്ക് ചെയ്യണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കുംബർ പച്ചടി, ഒരു ഏത്തക്ക പച്ചടി, പിന്നെ അതിൻ്റെ കൂടെ ഒരു ബീറ്റ്റൂട്ട് കിച്ചടി. ഇതെല്ലാം ഒരേ സമയം 3 പാൻ വെക്കുക. ഒന്നിലേക്ക് കുക്കുംബർ ആഡ് ചെയ്യുക, അടുത്തതിലേക്ക് പഴുത്ത ഏത്തക്ക ആഡ് ചെയ്യുക, അടുത്തതിലേക്ക് ബീറ്റ്റൂട്ട് ആഡ് ചെയ്യുക. ഇനി 3ലേക്ക് ഒരേപോലെ പച്ചമുളകും ഉപ്പും വെള്ളവും ആഡ് ചെയ്യുക, ഇത് വേവാൻ വേണ്ടി. ഇനി ഏത്തപ്പഴത്തിലേക്ക് മാത്രം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. നമുക്ക് ഇനി ഇതിന് വേണ്ടിയുള്ള അരപ്പ് ഉണ്ടാക്കാവേ. പ്രത്യേകം ശ്രദ്ധിക്കുക, അരപ്പുണ്ടാക്കാൻ പോകുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആദ്യം പച്ചടികൾക്ക് വേണ്ടിയുള്ള അരപ്പാണേ. അപ്പോൾ കുറച്ച് തേങ്ങ എടുക്കുക, കടുക് എടുക്കുക, വെള്ളം ഒഴിക്കുക, അരയ്ക്കുക. ഇനി ഇത് ഹാഫായിട്ട് കുക്കുംബർ പച്ചടിയിലേക്കും ഏത്തക്ക പച്ചടിയിലേക്കും ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഇത്തിരി എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ, നീണ്ടിരിക്കാൻ വേണ്ടി. ഇനി ബീറ്റ്റൂട്ട് കിച്ചടിക്ക് വേണ്ടി തേങ്ങയും ജീരകവും പച്ചമുളകും കൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ കടുക് അരയ്ക്കുന്നില്ല. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഇത് നമുക്ക് ബീറ്റ്റൂട്ടിലേക്ക് ആഡ് ചെയ്യാവേ. ഇനി 3 ബൗൾ യോഗട്ട് എടുത്തിട്ട് ഇത് ഓരോ പാനിലേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള യോഗട്ട് അല്ലെങ്കിൽ കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവരെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി എക്സ്ട്രാ മധുരത്തിന് വേണ്ടി ഏത്തക്ക പച്ചടിയിലേക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ പണി തീർന്നു. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കുന്നതിനോടൊപ്പം 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുക. അപ്പോൾ നമ്മുടെ 3 കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഓണത്തിന് സ്മാർട്ടായിട്ട് കുക്ക് ചെയ്യല്ലേ. അപ്പോൾ സ്നേഹത്തോടെ സ്നേഹിക്കുന്നവർക്ക്